നമ്മള് പോട്. അങ്ങനെ അച്ചുമോളോടും കുഞ്ഞുമോളോടും എല്ലാരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് കണ്ണൂരേക്ക് പോവാണ്. ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. മഴയില്ലാത്ത സമയം നോക്കി ഇറങ്ങിയതാണ് ഞാൻ. സൺഡേ ആയതുകൊണ്ട് ബസ്സൊക്കെ കുറവാണ്. കുറച്ചു നേരം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. നാട്ടിൽ നിന്ന് കുറ്റിയാടിക്കുള്ള ബസ് കയറിയതായിരുന്നു. അങ്ങനെ ഞാൻ പേരാമ്പ്ര എത്തിയിട്ടുണ്ട്. കുറ്റിയാടി എത്തിയപ്പോൾ ഒരു പണി കിട്ടി. ഞാൻ സ്റ്റാൻഡിലേക്ക് എടുക്കുന്നതാന്ന് കരുതിയത്, പക്ഷെ സ്റ്റാൻഡിൽ ടച്ച് ചെയ്തിട്ടില്ല. കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ എനിക്ക് തോന്നി സ്റ്റാൻഡ് കഴിഞ്ഞല്ലോ. അപ്പൊ അടുത്തുള്ള ചേച്ചീനോട് ഞാൻ ചോദിച്ചു സ്റ്റാൻഡ് കഴിഞ്ഞു. അവർ പറഞ്ഞു ഓ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഈ ബസ് എങ്ങോട്ടാവോന്ന് എവിടെയാ എത്തിയത് ഒന്നും അറിയാണ്ട് ചാടി ഇറങ്ങി. തൊട്ട് ബേക്ക് തന്നെ തലശ്ശേരി ബസ്. അപ്പൊ ഞാൻ പാഞ്ഞ് അതിൽ കയറി. ആ പോകുന്ന പിങ്ക് ബസ് എന്നാണ് ഞാൻ നേരത്തെ ചാടി ഇറങ്ങിയത്. നാദാപുരം എത്തിയപ്പോൾ അതിനെ ഞാൻ കണ്ടുമുട്ടി. ശരിക്കും എനിക്ക് അതിൽ നിന്ന് ഇറങ്ങണ്ടായിരുന്നു. അത് നാദാപുരത്തേക്ക് പോകുന്ന ബസ്സായി. അങ്ങനെ ഞാൻ തലശ്ശേരി എത്തിയിട്ടുണ്ട്. കുറച്ചു നേരം പോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും ബർത്തു എത്തിയിട്ടുണ്ട്. തലശ്ശേരിക്ക് അത്യാവശ്യം നല്ല മഴയുണ്ട്. പിന്നെ ഞങ്ങൾ കരുതി എന്തായാലും ഇറങ്ങിയതല്ലേ, ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വരാം. അങ്ങനെ ഓരോ സാധനം വാങ്ങിക്കൂട്ടി ഏകദേശം 1000 അടുത്ത് ബില്ലായി. ഇനി അവിടെ നിന്നാൽ അതിലും കൂടെ. അതുകൊണ്ട് ബില്ലും അടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഒരു കമ്മലും കൂടി. പിന്നെ ഞങ്ങൾ പോയത് അൺലിമിറ്റഡിലേക്കായിരുന്നു. ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇതിന്റെ ഒരു ടോപ്പ് എന്റെ കയ്യിലുണ്ട്. ഇതിന്റെ പേരാണ് ഇത്. അന്ന് നമ്മൾ അവിടെ കണ്ടിട്ടില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഇത് വാങ്ങിയേനെ. ഇപ്പൊ എനിക്കിത് വേണ്ടാന്ന് തോന്നി, അതുകൊണ്ട് അവിടെ വെച്ചു. പിന്നെ ഈ ഒരു കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 249 രൂപയായതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഭർത്തുവിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവന് ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അനാവശ്യമായി പൈസ ചെലവാക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. ഞാനും ഇതുപോലെ തന്നെ ആയതുകൊണ്ട് ആരെങ്കിലും ഒരാൾ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ സ്വയം കൺട്രോൾഡ് ആയി, അല്ലെങ്കിൽ കീശ കീറും. ഇനി ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. അതിന്റെ ഇടയ്ക്ക് ഇവരോട് എന്തിനോ പിണങ്ങിയിട്ട് ഞാൻ ഇരിക്കും. എന്തിനാന്ന് മറന്നുപോയി. അൽഫാം വരും. അപ്പൊ എന്താ എക്സ്ട്രാ കുബൂസ് വേണോ എക്സ്ട്രാ പൊറോട്ട വേണോ? അതിന്റെ ഇടയ്ക്ക് ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കും. ഞാൻ കണ്ണ് ചിമ്മുന്നതിനനുസരിച്ച് കരണ്ടും ഇങ്ങനെ മിങ്ങി കളിക്കുന്നു. ലൈറ്റിനെ വരെ ഇങ്ങനെ പിടിക്കുന്നില്ല. വെള്ളാക്കല്ലേ കരണ്ട് പോയിരിക്കട്ടെ. ഇത് ക്യാൻഡിൽ ലൈറ്റ് വരുന്നതാണ്. ഇപ്പോൾ വെയിറ്റിന് കത്ത് സ്റ്റോർ വരും. മേലെ കറണ്ട് ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ മെല്ലെ താഴേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി. ഞാൻ ബസ് കയറിയപ്പോൾ ഒരു ബിസ്ക്കറ്റ് എടുത്ത് തിന്നത് കണ്ടിട്ട് അതും മഞ്ഞ് എന്റെ ഭർത്താവ് പിടിച്ച് വാങ്ങി കഴിച്ചു കളഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് കഴിക്കാൻ ഞാൻ വാങ്ങിയ ബിസ്ക്കറ്റ് ആയിരുന്നു. മൊത്തം തിന്ന് തീർത്ത് കളഞ്ഞു.